VS എന്ന വിപ്ലവ നായകൻ വിട പറഞ്ഞിട്ട് ഇന്ന് ഒരാണ്ട്. പുന്നപ്ര വയലാർ സമര നേതൃത്വവുമായി ജീവിച്ചു മരിച്ച അനശ്വരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. ഇപ്പോൾ വലിയ ചുടുകാടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ VSന്റെ ഭാര്യയും മകനും അടക്കമുള്ള കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്. കൂടാതെ മുതിർന്ന CPM നേതാക്കളും പുഷ്പാർച്ചനയ്ക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. നിറകണ്ണുകളുമായാണ് പുഷ്പാർച്ചനയ്ക്കായി കുടുംബാംഗങ്ങൾ എത്തി നിൽക്കുന്നത്. VS എന്ന വിപ്ലവ നായകൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരാണ്ട് തികയുകയാണ്. പുന്നപ്ര വയലാർ സമര നേതൃത്വവുമായി ജീവിച്ചു മരിച്ച അനശ്വരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. വലിയ ചുടുകാട്ടിൽ VSന്റെ പേരിൽ ഉയർന്ന സ്മൃതി മണ്ഡപത്തിൽ ആയിരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് കുനിക്കുന്നത്. ഒട്ടനേകം ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പുഷ്പാർച്ചനയ്ക്കായി. അജയ് നാഥ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അജയ്, തത്സമയ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചനയ്ക്കായി എത്തിയിട്ടുണ്ട്. എപ്പോഴാകും ഈ പൊതുസമ്മേളനം ആരംഭിക്കുക? ഐശ്വര്യ, അല്പസമയത്തിനുള്ളിൽ തന്നെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനം ഉച്ച കഴിഞ്ഞ് 5 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുക. മുൻ മുഖ്യമന്ത്രി നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും ഇപ്പോൾ പതാക ഉയർത്തലിന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. VSന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തിരുന്നു. VSന്റെ അർദ്ധകായ പ്രതിമ വീട്ടിൽ അതിന്റെ അനാച്ഛാദനം ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ വൈകാരികമായ ഒരു നിമിഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ VSനായി പണി കഴിപ്പിച്ചിട്ടുള്ള സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന പൂർത്തിയായിരിക്കുന്നു. ആളുകൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള CPMന്റെ പ്രവർത്തകർ, അനുഭാവികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് ഒരു കാഴ്ച കൂടിയുണ്ട്. സംസ്ഥാനമൊട്ടാകെ, അതായത് എല്ലാ ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. സമുചിതമായി തന്നെയാണ് VSന്റെ ഈ ഓർമ്മ ദിനം വിശേഷിച്ചും സംഘടിപ്പിക്കുന്നത്. എന്തായാലും വലിയ ചുടുകാട്ടിൽ VS അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് സമര ചരിത്രമുള്ള ഈ വലിയ ചുടുകാട്ടിൽ VSന്റെ സ്മൃതി കുടീരത്തിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കുന്നതിന് ശേഷം VSനെ അനുസ്മരിച്ചുകൊണ്ട് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ സംസാരിക്കും. ഇപ്പോൾ MLA മാരായിട്ടുള്ള KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള MS അരുൺകുമാർ, സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പുഷ്പാർച്ചന ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അനുസ്മരണ സമ്മേളനം വൈകുന്നേരം വലിയ റാലിയോടുകൂടി ഉള്ള പൊതുസമ്മേളനമാണ് നടക്കുന്നത്. ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ പാർട്ടി ലോക്കൽ ബ്രാഞ്ച് തലങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകർ അണിനിരുന്നുകൊണ്ടുള്ള മഹാറാലിയുണ്ട്. അതിനുശേഷമാണ് പൊതുസമ്മേളനം നടക്കുക. പൊതുസമ്മേളനമാണ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അനുസ്മരണ സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ആരംഭിക്കുന്ന നേതാക്കളെല്ലാം തന്നെ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനുണ്ട്, സജി ചെറിയാൻ, KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മുൻ MP AM ആരിഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. യോഗ നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ്. വലിയ ചുടുകാട്ടിൽ VS അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ വലിയ വൈകാരികമായ നിമിഷങ്ങൾ VSന്റെ കുടുംബം ഉൾപ്പെടെ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവരുടെ എത്തിച്ചേർന്നു. അപ്പോൾ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കും. ഐശ്വര്യ, ശരി, അല്പസമയത്തിനകം അനുസ്മരണ സമ്മേളനം ആരംഭിക്കും.
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാകും ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ ഭാര്യയും മകനും അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിന് മുന്നിൽ പുഷ്പാർച്ചനയ്ക്കായി എത്തിയിരുന്നു. നിറകണ്ണുകളോടെയാണ് അവർ മടങ്ങിയത്.